സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് എന്തിനു കൊണ്ടുപോയി എന്ന ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം ഇന്നിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലെത്തിച്ച് അവിടെ പ്രത്യേകം പൂജകളൊക്കെ നടത്തി ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി വേറെ പിരിവ് നടത്തിയിട്ടുണ്ട് അവിടെ എന്ന് ആ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഉള്ള ആളുകളും ഭാരവാഹികളും തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ 39 ദിവസത്തിന് ശേഷം ചെന്നൈയിലേക്ക് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ പാളികൾ, അതായത് സ്വർണം പതിപ്പിച്ച് എന്ന് പറയപ്പെടുന്ന ചെമ്പ് പാളികൾ എത്തിക്കുന്നത്. അവിടെ ആവർത്തിച്ച് പറയാം, എപ്പോഴും ഇപ്പോൾ നമ്മൾ എല്ലാ ചർച്ചകളിലും അല്ലെങ്കിൽ എവിടെ കേട്ടാലും രാഷ്ട്രീയ നേതാക്കൾ ആരോപണം ഉന്നയിക്കുമ്പോഴും ഈ പത്രത്തിൽ അല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ആരോപണങ്ങൾ ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഒക്കെ സംഭവിക്കുന്ന ഒരു പ്രശ്നം ഏതാണ്ട് 4.5 കിലോ സ്വർണം, അതിപ്പോൾ 6.5 കിലോ ഒക്കെ ആയിട്ടുണ്ട്, വൈകാതെ തന്നെ അത് 100 കിലോ എന്നൊക്കെ ആവും. അതുകൊണ്ട് 6.5 കിലോ 4.5 കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്നത് ഒരു തെറ്റായ വിവരമാണ്. അപ്പോൾ നമ്മൾ വസ്തുതകളിൽ നിന്ന് വേണമല്ലോ കാര്യങ്ങൾ സംസാരിക്കാൻ. എന്തായാലും മൊത്തം 30 കിലോ കൊണ്ട് അതിൻ്റെ മേൽക്കൂരയും അതിൻ്റെ വാതിലുകളും അതിൻ്റെ ഭിത്തിയും ചെയ്തിട്ടുണ്ട്, സ്വർണം പതിപ്പിച്ചിട്ടുണ്ട് എന്നതിൻ്റെ രേഖകളോ അന്നത്തെ പത്രവാർത്തകളോ ആണ് അന്നുള്ളത്. ദ്വാരപാലക ശില്പങ്ങൾ പതിപ്പിച്ചു എന്നത് പ്രത്യേകം എടുത്തു പറയത്തക്ക നിലയിൽ നമുക്ക് അറിയില്ല. മാത്രമല്ല അവിടെ ചെമ്പുപാളികൾ പലയിടത്തും പിടിപ്പിച്ചിരുന്നു. കാരണം അന്നത്തെ പത്രവാർത്തകളിൽ നിന്ന് തന്നെ അന്നത്തെ ചർച്ചകളിൽ നിന്ന് തന്നെ ഉയർന്ന ഒരു പ്രധാന പ്രശ്നം, അന്ന് ഈ വിജയ് മല്യ കൊണ്ടുവന്ന് ഇതിൻ്റെ മേൽക്കൂരയിലും ഇതിൻ്റെ ഭിത്തിയിലും വാതിലിലും ഒക്കെ ഈ സ്വർണ്ണപ്പാളികൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സ്ഥലം മറ്റൊരു തരത്തിൽ ഇത് രണ്ടും തമ്മിലൊരു പൊരുത്തപ്പെടാത്ത മട്ടിൽ നിൽക്കുമല്ലോ എന്നുള്ള ചർച്ച അന്നുണ്ടായതാണ്. അന്ന് ഈ പറഞ്ഞതുപോലെ ഒരു ഭക്തൻ എന്ന നിലയിലൊക്കെ തന്നെ ആ കാലത്ത് ആ ഓർമ്മകൾ നമുക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ രേഖകളാണ് വേണ്ടത്. ആ രേഖകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ, അതായത് അന്ന് സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിച്ചാൽ എവിടെയാണ് തട്ടിപ്പ് നടന്നത് എന്ന് കൂടുതൽ സ്ഥിരീകരിക്കാനാവും. എന്തായാലും നടപടിക്രമങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 2019 ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് 2019 തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ചെമ്പുപാളികളായിക്കോട്ടെ സ്വർണ്ണപ്പാളികളായിക്കോട്ടെ, എന്തായാലും ശബരിമല വിട്ട് അത് പുറത്തേക്ക് പോകുമ്പോൾ അതിനു മുമ്പ് അതെന്താണ് എന്ന് രേഖപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ചെന്നൈയിലെത്തിയതിന് ശേഷം അതിൽ സ്വർണ്ണപ്പാളിയല്ല അത് ചെമ്പുപാളിയാണെന്ന് രേഖപ്പെടുത്തുന്നത് 39 ദിവസത്തിന് ശേഷം രേഖപ്പെടുത്തുന്നത് തന്നെ ഗുരുതരമായ അനാസ്ഥയിലേക്കോ തട്ടിപ്പിലേക്കോ ഒക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ഇതുപോലെ വലിയ വരുമാനമുള്ള ക്ഷേത്രങ്ങളോട് ചേർന്ന് ധാരാളം അമ്പലക്കള്ളന്മാരുണ്ടാവും. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പല ഇടപാടുകളുമായി അവിടെ ഒട്ടിച്ചേർന്നും പറ്റിച്ചേർന്നും നിൽക്കുന്നവരുണ്ടാവാം. ആ മട്ടിൽ അത്തരമൊരു ഇടപാടിന് വിധേയപ്പെട്ടതാണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്? ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മൗനാനുമതിയോടെയോ അല്ലെങ്കിൽ പിടിപ്പുകേടോടെയോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേറെ കാശ് പിരിവ് പുറത്ത് നടത്തിയതാണോ?